പശ്ചിമേഷ്യയിൽ യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. 30-ലധികം പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതിനിടെ 34 പേർ മരണം സംഭവിച്ചു. ഇറാനിലേക്കും ഇറാഖിലേക്കും ലെബനിലേക്കും UAE പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് രൂക്ഷമായി തുടരുകയാണല്ലോ. എന്താണ് ഏറ്റവും ഒടുവിൽ വന്ന വിവരം? എന്തോ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 100ഓളം മരണമാണ് ഈ വെടിനിർത്തൽ കാലയളവ് നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 3 ആഴ്ചത്തെ വെടിനിർത്തലൊക്കെ പിന്നീട് പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് ലെബനനിൽ കാണാനാകുന്നത്. ഇസ്രായേൽ തന്നെ പറഞ്ഞതാണ് ഈ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും തങ്ങൾ അവിടെ സൈനിക നടപടികൾ തുടരും എന്നുള്ളത്. ഇപ്പോ ലെബനന് പുറമെ ഇറാനും ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും യുദ്ധഭീതിയിലാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ഇപ്പോ US നേരെ വലിയൊരു ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അത് ഒരു യുദ്ധമായി കണക്കാക്കാൻ തങ്ങൾക്ക് കഴിയും. ഇനിയും അത് സഹിച്ചു കൊടുക്കാനാകില്ല എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇറാന്റെ പ്രസിഡന്റ് തന്നെ ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത് അത് ഇപ്പോഴാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ചില പ്രസ്താവനകൾ വന്നിരുന്നു. IRGCയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ തങ്ങൾ സംയമനം പാലിച്ചു, ഇനിയും US ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതം തിരിച്ച് ഏൽപ്പിക്കും എന്നാണ് IRGC പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുവരെ നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നെങ്കിൽ നീങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് തങ്ങൾ സംയമനം പാലിച്ചതെന്നും അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ അടക്കം നിരവധി നേതാക്കൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഭീഷണികളുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. US ഇറാന് നേരെ ഈ സമുദ്രതലത്തിലുള്ള ഉപരോധം മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. ഇറാന്റെ നിഴൽ ബാങ്കിംഗ് ശൃംഖലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇറാന്റെ ഏതാണ്ട് 500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടുന്നു. അപ്പോ ഇത്തരം നടപടികളെല്ലാം US ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഹോർമുസ് വിഷയത്തിൽ അവർ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്ന് വേണം ഈ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ട്രംപ് ഇപ്പോൾ വലിയൊരു നിയമക്കുരുക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം പരിശോധിക്കണമെങ്കിൽ US നിലനിൽക്കുന്ന ഒരു നിയമത്തിൽ കൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. കാരണം വിയറ്റ്നാം യുദ്ധം ആരംഭിച്ചതിന് ശേഷം US നിലവിൽ വന്ന മിലിറ്ററി ആക്ട് പ്രകാരം US പ്രസിഡന്റിന് US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് മിലിറ്ററി ആക്ഷൻ നടത്താൻ സാധിക്കും. അതുപോലെ സമാനമായിട്ടുള്ള രീതിയിലാണ് ട്രംപ് ഇറാന്റെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് ട്രംപ് ഇറാനിലേക്ക് മിലിറ്ററി ആക്ഷൻ ആരംഭിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററി ആക്ഷൻ ആരംഭിച്ചാൽ 60 ദിവസത്തിനകം കോൺഗ്രസിന്റെ അപ്രൂവൽ ആ മിലിറ്ററി ആക്ഷനിൽ വേണം. അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ ആ മിലിറ്ററി ആക്ഷൻ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഇതാണ് US നിയമം അനുസരിച്ച് പറയുന്നത്. ആ 60 ദിവസം എന്ന് പറയുന്നത് ഈ മെയ് 1-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഇറാന് നേരെ ഒരു മിലിറ്ററി ആക്ഷനുമായി US മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. ട്രംപ് തന്നെ ഇപ്പോ നിരന്തരം നമ്മളിപ്പോ ഇതിനിടയ്ക്കുള്ള സമയപരിധി നോക്കുകയാണെങ്കിൽ US കോൺഗ്രസിനകത്ത് നിരവധി തവണ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങളൊക്കെ വന്നു പോയിരുന്നു. അപ്പോഴെല്ലാം അത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾക്ക് ഒരു അംഗസംഖ്യ കുറവായതിനാൽ തന്നെ അത് പരാജയപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങൾ പോലും ഈ ഒരു ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് US കോൺഗ്രസ് മുന്നിൽ ഹാജരായപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ അത് ട്രംപിനെതിരാകുമോ എന്നുള്ള ഭയം ട്രംപിന് തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ ഇറാനുമായിട്ട് എന്ത് ചർച്ചയാണ് നടക്കുന്നതെന്ന് തനിക്കും തന്റെ ഓഫീസിലുള്ള ചിലർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. US കോൺഗ്രസിലുള്ള അംഗങ്ങൾക്കൊന്നും തന്നെ അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അതുകൊണ്ട് അവർ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ്. മാത്രമല്ല ട്രംപ് മറ്റൊരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട്. ഇറാൻ ഇത്തരത്തിലൊരു ഡീലിന് തയ്യാറാകാതെ ഇരുന്നാൽ അവർക്കെതിരെ വീണ്ടും സൈനിക നടപടി തുടങ്ങേണ്ടി വന്നേക്കാം എന്നൊരു ഭീഷണി കൂടി ട്രംപ് മുഴക്കുന്നുണ്ട്. പക്ഷേ ഈ സൈനിക നടപടി തുടങ്ങുന്നതിലുള്ള
സംബന്ധിച്ചിടത്തോളം നിയമപ്രശ്നം ഇതാണ്. ഈ 60 ദിവസത്തെ സമയം അത് ഇന്ന് അവസാനിക്കുന്നത് കാരണം തന്നെ ഇനി ഈ സൈനിക നീക്കവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ US കോൺഗ്രസിലുള്ള അംഗങ്ങൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകളുണ്ട് ഈ ഡെഡ് ലൈനെ സംബന്ധിച്ച്. കാരണം പല ആളുകളും ഈ മെയ് 1 തന്നെയാണോ ഡെഡ് ലൈനായി കണക്കാക്കേണ്ടത്, അതോ ഏപ്രിൽ 29 ആയിരുന്നു, അപ്പോൾ ഇതിനോടകം തന്നെ അത് കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇനി മെയ് കഴിഞ്ഞിട്ടാണോ? കാരണം ഇസ്രായേലാണ് ആദ്യം ആക്രമണം തുടങ്ങിയത്. അപ്പോൾ ഇനി മെയ് 1 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും തീയതിയാണോ US-ന്റെ ഡെഡ് ലൈൻ ആയിട്ട് കണക്കാക്കേണ്ടത്? അങ്ങനെ ചില അഭിപ്രായ ഭിന്നതകൾ US കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ട്രംപിന്റെ പക്ഷത്ത് നിൽക്കുന്ന ചിലർ അവകാശപ്പെടുന്ന മറ്റൊരു കുരുക്കാണ് ഇപ്പോൾ നിലവിലുള്ള ഈ സീസ് ഫയർ എന്ന് പറയുന്നത്. കാരണം ഇറാന് നേരെ ഇറാനിലുള്ള സൈനിക നീക്കത്തിന് ഇതിനു മുൻപേ തന്നെ പലതവണ ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു സീസ് ഫയർ കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീസ് ഫയർ നിലവിൽ വന്ന സമയത്ത് സൈനിക നടപടികൾ ഒന്നും തന്നെ US നടത്തുന്നില്ല. അപ്പോ ഈ ഒരു കാരണം കാട്ടി തന്നെ ഡെഡ് ലൈൻ നീങ്ങിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ മെയ് 1 എന്നുള്ള ഡെഡ് ലൈൻ ഇവിടെ പ്രാവർത്തികമാകില്ല എന്നാണ് ട്രംപ് അനുകൂലികളായിട്ടുള്ള ചിലർ പറയുന്നത്. അപ്പോൾ ഇതിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് US കോൺഗ്രസ് അങ്ങനെ ഒരു കർശനമായിട്ടൊരു തീരുമാനം എടുക്കാത്തത്. ഇപ്പോ ഇന്ത്യയിൽ മെയ് 1 ആയിട്ടുണ്ടെങ്കിലും US-ൽ അത് നാളെ പുലർച്ചെയോടെയൊക്കെ ആയിരിക്കും ആ ഡെഡ് ലൈൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതും ഒരു ആകാംക്ഷയാണ്. ഉറപ്പായിട്ടും അജയ്, ഇനി ഈ നാവിക ഉപരോധത്തിന്റെ മൂർച്ച അത് വലുതാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ നേരെ തിരിച്ച് അവിടെ ഇറാൻ വ്യക്തമാക്കുന്നു നാവിക ഉപരോധവും അതൊരു യുദ്ധമായി തന്നെ കണക്കാക്കും എന്നുള്ളത്. ഈ അമേരിക്ക എന്താണ് അവരുടെ സ്ട്രാറ്റജിയിൽ വരുന്ന മാറ്റമാണോ, അല്ലെങ്കിൽ അത് എഫക്റ്റീവാണ് എന്ന് കണ്ട് അതിലേക്ക് തന്നെ ഊന്നി തുടരുക എന്നുള്ളതായിരിക്കുമോ അമേരിക്കയുടെ പ്ലാൻ? തീർച്ചയായിട്ടും ഈ നാവിക ഉപരോധം കാരണം തന്നെ ഇറാന് ഒരു ദിവസം $500 മില്യൺ നഷ്ടം വരുന്നതായിട്ടാണ് ട്രംപ് അടക്കം അവകാശപ്പെടുന്നത്. അതുപോലെ US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് പറഞ്ഞത് ഈ ഇറാനിലുള്ള ഖാർ ദ്വീപിലടക്കം അവരുടെ മാക്സിമം കപ്പാസിറ്റിയിൽ കവിഞ്ഞ് ഓയിൽ കെട്ടിക്കിടക്കുകയാണ്, അവർക്കത് കയറ്റുമതി ചെയ്യാനാകുന്നില്ല. അപ്പോ ഇത്തരം പ്രതിസന്ധികൾ ഉള്ളതിനാൽ തന്നെ ഇറാൻ ഒരു കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ തന്നെ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇനി അതിന്റെ കൂടെ ഈ കയറ്റുമതി, ദിവസവും നടക്കുന്ന ഈ കയറ്റുമതി കൂടി നിലച്ചാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും അവരുടെ നേതാക്കൾക്കുണ്ട് എന്നാണ് US-ന്റെ അവകാശവാദം. പക്ഷേ ഇറാൻ നിലവിൽ അക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇറാനിലുള്ള നേതാക്കൾ തുടർച്ചയായിട്ട് ഈ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആദ്യഘട്ടത്തിൽ ഇറാനിലുള്ള നാഷണൽ അസംബ്ലിയിലെ ചില നേതാക്കൾ മാത്രമായിരുന്നു 1-2 പേർ പ്രതികരണം നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള ആളുകൾ വരെ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് തന്നെ പറയുന്നു ഇതൊരു ആക്ട് ഓഫ് വാർ ആണ്, ഞങ്ങൾക്കിത് യുദ്ധമായി കണക്കാക്കി സൈനികപരമായി നീങ്ങാനാകും എന്നൊക്കെ ഒരു വാണിംഗ് പുറപ്പെടുവിക്കുന്നു. IRGC പറയുന്നത് ഞങ്ങൾ ഇതുവരെ സംയമനം പാലിച്ചു, എന്നാൽ ഇത് ഇനിയും ക്ഷമിച്ചു കൊടുക്കില്ല എന്ന് IRGC പറയുന്നു. അതും ഒരു വലിയ ഭീഷണിയാണ്. അതുപോലെ തന്നെ മറ്റ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറയുന്നത് US-ന്റെ ഉപരോധം ഇത്തരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില 140-ലെത്തി നിൽക്കും എന്നുള്ള ഭീഷണി അദ്ദേഹം മുഴക്കുന്നു. അപ്പോ ഇത്തരത്തിൽ നിരന്തരം ഈ നേതാക്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം തന്നെയാണ് അവിടെ ഒരു സംശയമുള്ളത്. കാരണം ഇറാൻ കൃത്യമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി അവിടെ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ US-ന്റെ ഉപരോധം കാരണം അവർ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇവരുടെ പ്രസ്താവനയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഇപ്പോ US ഉപരോധത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 43 കപ്പലുകളെ തിരിച്ചയച്ചതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അപ്പോ അത്തരത്തിൽ ഈ സൈനിക നടപടി ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഈ ഇറാനിയൻ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം അതിന് മുന്നോട്ടും തുടർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. ചിലപ്പോൾ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി അത് വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ആവശ്യങ്ങൾക്ക് ഇറാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഇതുവരെ അവർ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെയുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ഇനി അവർ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി, ഒരു സൈനിക നടപടിക്ക് ഇറാൻ മുതിരുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ഇന്നലെ നാവിക ഉപരോധത്തിലൂടെ അത് വീണ്ടും തുടരാനുള്ള ശ്രമത്തിലാണ് അവിടെ നീളുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും അജയ് സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് പശ്ചിമേഷ്യയിലെ അശാന്തി നിറഞ്ഞ സാഹചര്യങ്ങൾ എന്നുള്ളതിൽ സംശയമില്ല.